ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് മാങ്ങയും പിന്നെ ചെമ്മീനും കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ള ചെമ്മീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഈ ചെമ്മീൻ്റെ തലയൊക്കെ ഒന്ന് കളയണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുത്തി കയറും. അതിന് ഒരു കൊമ്പുണ്ട്, അത് കുത്തി കയറും കയ്യുമ്മലൊക്കെ. അപ്പോൾ മാങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ തലയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് വയ്ക്കാനായിട്ട് ഒരു പാത്രം ഗ്യാസുമ്മ വയ്ക്കാം. ഒരു പാത്രം ഗ്യാസുമ്മ വെച്ചിട്ട് ആവശ്യത്തിന് അതിലേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ മാങ്ങ കഴുകി അതിലിടാം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും അതും അരിഞ്ഞത് ഇടുന്നുണ്ട് കേട്ടോ. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. 4 പച്ചമുളകും പിന്നെ 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ട് വെച്ചിട്ട് നമുക്ക് അത് വേവണം കേട്ടോ. മാങ്ങ നന്നായി വേവണം. പുളിയുള്ള ഏത് മാങ്ങയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമുളകിന് എരിവുള്ള കാരണം ഞാൻ പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ എരിവ് അധികം വേണ്ടെന്ന് വിചാരിച്ചിട്ടാ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മാങ്ങ തിളച്ച് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടത് അരമുറി തേങ്ങയും പിന്നെ വലിയ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തത്, അരമുറി. കുറേയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. പിന്നെ മല്ലിപ്പൊടി. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. അതിനൊരു പാത്രം ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വറക്കുമ്പോൾ അടി കരിയാണ്ടിരിക്കാനും ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കണം കേട്ടോ. ബ്രൗൺ നിറമായി വരണ വരെ ഒന്ന് ഇളക്കണം. എപ്പോഴും ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അപ്പോൾ അത് ബ്രൗൺ നിറമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബ്രൗൺ നിറമാവണ വരെ ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറണ വരെ അതും ഒന്ന് ഇളക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് നേരം ഇളക്കി കൊണ്ട് നിൽക്കാം. പച്ചമല്ലിയുടെ മണം ഉണ്ടാവരുത്. അതിനി മാറ്റാം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. എന്നിട്ട് ഇതിൽ തന്നെ ആ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. കഴുകി വാരി വെച്ചാണ് ചെമ്മീനാണ് കേട്ടോ. തലയൊക്കെ കളഞ്ഞതാണ് കേട്ടോ. ചെമ്മീനൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെമ്മീൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയിലിട്ട് വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഇടണില്ല. ഈ തേങ്ങയും പിന്നെ മല്ലിപ്പൊടിയും ഒന്ന് നന്നായി അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ ഇതിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെമ്മീൻ്റെ നല്ല ടേസ്റ്റ് വരും.
അപ്പോൾ അത് മല്ലിപ്പൊടിയും നാളികേരം കൂടി അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ ചെമ്മീൻ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വല്ലാണ്ട് വെണ്ണ പോലെ അരയരുത് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെമ്മീൻ്റെയൊക്കെ. അപ്പം മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ, അടച്ച് വെച്ച് വേവിച്ചൊക്കെയായിരുന്നു. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും ഇതൊക്കെ അരച്ചത് അതിൽ ഒഴിക്കാം കേട്ടോ. ചെമ്മീനും തേങ്ങയും മല്ലിപ്പൊടിയും എല്ലാം കൂടി അരച്ചതാണ് കേട്ടോ. വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ. അധികം വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി, അരപ്പ് മാത്രം ഒഴിച്ചാൽ മതി. അതൊന്ന് കുറച്ച് നേരം തിളച്ച് വേവണം കേട്ടോ. തിളച്ച് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വാങ്ങി വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ച് ഒഴിക്കണം കേട്ടോ കറിയിലേക്ക്. അതിന് ഒരു ചെറിയ പാൻ ഗ്യാസുമ്മ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് കേട്ടോ അത്. നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി മൂത്തു. ഇനി അത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയും ചെമ്മീനും കറി റെഡിയായി കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ അങ്ങനെ ഇട്ട് വയ്ക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് ചെമ്മീൻ ഒന്ന് അരച്ച് ഒഴിക്കണതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ചെമ്മീൻ കറി റെഡിയായി കേട്ടോ, മാങ്ങാ ചെമ്മീൻ കറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ.